മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഗായു, എങ്ങനെയുണ്ട് നമ്മുടെ ഡ്യുവറ്റ് റൗണ്ട്? ആക്ച്വലി ഉഗ്രൻ ഐഡിയ ആണ്. കാരണം എന്താ വെച്ചാൽ രണ്ടുപേരുടെ രണ്ട് വോയിസിന്റെ പേഴ്സണാലിറ്റീസ് ഒരുമിച്ച് എങ്ങനെ വരണു എന്നുള്ളതും നല്ല ഉഗ്രൻ ഐഡിയ ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു റൗണ്ടാണ്. ഇതിലാണോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്? അല്ല, ഇത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. എനിക്കറിയാം, ചുമ്മാ എന്തെങ്കിലും. അയ്യോ, എനിക്കറിയാം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറും ഡ്യുവൽ പേഴ്സണാലിറ്റി. ഡ്യുവൽ പേഴ്സണാലിറ്റി. അതെ, എനിക്കൊരു അവാർഡ് തരണം കേട്ടോ. രണ്ടിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സന്തോഷത്തിൽ നമ്മൾ ഡ്യുവറ്റ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ സന്തോഷം. ഡിസോർഡർ. ഈ ഒരു വിഷമത്തിൽ കുറച്ച് സന്തോഷിക്കാനായിട്ട് നമ്മളൊരു നല്ല പാട്ട് കേൾക്കാൻ പോവാണ്. സോ ലെറ്റ്സ് വെൽക്കം ഋതുവീണ ആൻഡ് ഹരിചന്ദന ഓൺ സ്റ്റേജ്. മക്കളെ, എന്തോ എവിടുന്ന് വാങ്ങിച്ചു? ഞാൻ ഐഡന്റിക്കൽ ആയിട്ട് രണ്ട് ഉടുപ്പ് അമ്മമാര് രണ്ടുപേരും പോയി വാങ്ങിച്ചു കൊണ്ടു. നല്ല കളറായിട്ട്. കല്യാൺ സിൽസിലും ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി കണ്ടോ? ഇല്ല, നമ്മുടെ സ്പോൺസർ. ഇത് അമൃതവേണി കിട്ടത്തില്ലേ? ബുദ്ധിമുട്ടാ. ഈ വോൾട്ടാസ് സ്മാർട്ട് എയറിൽ കിട്ടുമോ? കിട്ടില്ല. മലബാർ ഗോൾഡിൽ കിട്ടും. ഇല്ല, മലബാർ ഗോൾഡിൽ സ്വർണം ഡയമണ്ട് അതേ ഉള്ളൂ, ഡ്രസ് ഒന്നും ഇല്ല. ഏഷ്യൻ പെൻസിൽ ഈ കളർ കിട്ടും. കളർ കിട്ടിയ നല്ല ഏഷ്യൻ പെയിന്റ്സ് പറഞ്ഞ മോത്തടിച്ചിട്ടുണ്ടല്ലോ. അത് അതെ സംഭവം. ഇതാണ് ഞാൻ പറഞ്ഞേ, അറുവാസിയുടെ റിലേറ്റീവ് ആണ്. അടിപൊളി. അപ്പൊ ഏത് പാട്ടാണ്? താമരക്കിളി പാടുന്നു. ഓ, ഞാനും ചിത്രയും കൂടെ പാടിയ രണ്ടുപേര് പാടിയത്. നല്ല പാട്ടാണ്, എല്ലാം അറിയാം. മൂന്നാം പക്കം അല്ലേ? കിടിലം പാട്ട്. ഓ, പിന്നെ ഒരുപാട് സ്റ്റേജിൽ ഞാനും പാടിയിട്ടുണ്ട്. രാജാ സാറ്, പിന്നെ ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സാറ്. പിന്നെ വർഷം 1988. 88. എന്റെ ദൈവമേ, എപ്പ കേട്ടാലും പുതിയതുപോലെ ഇരിക്കുന്ന ഒരു പാട്ട്. ശരിക്കും ചിത്രമ്മയുടെ ഞാൻ പാടുന്നു, സാറിന്റെ ഞാൻ പാടുന്നു. ശരി. അപ്പം രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. കാലക്ക്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. താമരക്കിളി പാടുന്നു തൈ തൈ തകതോ, താളിയോലകളാടുന്നു തൈ തൈ തകതോ. ചങ്ങാതി ഉണരൂ, വസന്ത ഹൃദയം നുകരൂ, സംഗീതം കേൾക്കൂ, സുഗന്ധ ഗംഗയിലൊഴുകൂ. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി. താമരക്കിളി പാടുന്നു തൈ തൈ തകതോ, ഒരു വഴി ഇരുവഴി പല വഴി പിരിയും മുമ്പൊരു ചിരിയുടെ കഥ എഴുതിയിടാം. ഒരു നവ സംഗമ ലഹരിയിലലിയാ.
നീരാടും തീരമെങ്ങും സ്വാഗതമോതിടും കവിത പോൽ തുളുമ്പുമീ മന്ദസ്മിതത്തിനാൽ അനുരാഗ സ്വപ്നത്തിൻ ആർദ്രഭാവത്തിനായി കടൽ തീര പാടി നമുക്കിത് പാടാം പടിഞ്ഞാറ് ചുവന്നു പിരിയുന്നതോർക്കാം പുലരി വീണ്ടും പൂക്കും നിറങ്ങൾ വീണ്ടും ചേർക്കും പുതുവെളിച്ചം തേടി നീങ്ങാം ഇനിയും തുടർകഥ ഇത് തുടരാ രാമരക്കിളി പാടുന്നു തൈ തൈ തക്കത്തോ താളിയോലകളാടുന്നു തൈ തൈ തക്കത്തോ ചങ്ങാതിയുണരൂ വസന്ത ഹൃദയം നുകരൂ സംഗീതം കേൾക്കൂ സുഗന്ധ ഗംഗയിലൊഴുകൂ നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി താമരക്കിളി പാടുന്നു തൈ തൈ തകതോ താളിയോലകളാടുന്നു തൈ തൈ തകതോ ഒരു വഴി ഇരുവഴി പല വഴി പിരിയും മുമ്പൊരു ചിരിയുടെ കഥ എഴുതിയിടാം ഒരു നവ സംഗമ ലഹരിയിലലിയാം ആഹാ, സബാഷ്. സബാഷ്. ഋതുവീണ ആൻഡ് ഹരിചന്ദന. എന്തോ ഓ, എന്തൊരു ചേർച്ച. നന്നായിരുന്നു മക്കളെ, താങ്ക് യു സർ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ടോപ്പ് ബാൻഡ് നല്ല അതിമനോഹരമായിട്ട് വായിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. കാരണം കുറച്ച് ചില സ്ഥലങ്ങളൊക്കെ ഇത്തിരി ടഫാണ് പാടി വരുമ്പോഴത്തേക്ക്. അതിൽ നിങ്ങളും രണ്ടുപേർക്കും ചേർച്ചയുണ്ടെന്ന് പറയാൻ കാര്യം നീരാടും കാറ്റും ആമ്പൽ കുളത്തിലെ കുളിരലകൾ, അത് രണ്ടുപേരും തോപ്പം തെറ്റിച്ചു. തെറ്റിച്ചാ അങ്ങനെ തെറ്റല്ല, അതിന്റെ ക്ലാരിറ്റിയിൽ വന്നില്ല. അത് ഒന്ന് പാടിക്കത്. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി കുളിരലകളും ഒരു കളി. അതെ, ഓക്കെ, അത്ര. അത് പാടിക്കേ ചന്ദന. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി. ആ, അപ്പോൾ വലിക്കരുത്. അത് അവിടാണ് രണ്ടുപേർക്കും. ആദ്യം മോള് പാടി, ഋതുവീണ പാടി, രണ്ടാമത് ഹരിചന്ദന പാടി. ആ രണ്ട് സ്ഥലവും പോയി. പിന്നെ ഋതുവീണയ്ക്ക് ഒരു സ്ഥലം കൂടെ അനുരാഗ സ്വപ്നത്തിൻ ആർദ്രഭാവത്തിനായി പോയോ, ഒന്ന് തെന്നി. ഒന്ന് പാടിക്കേ. കവിത പോൽ തുളുമ്പുമീ മന്ദസ്മിതത്തിനാൽ അനുരാഗ സ്വപ്നത്തിൻ അനുരാഗ സ്വപ്നത്തിൻ ആർദ്രഭാവം. അതാണ് അനുരാഗ സ്വപ്നത്തിൻ ആർദ്രഭാവത്തിനായി. അவ்வளவுதான். ബാക്കിയെല്ലാം സൂപ്പർ. വെരി ഗുഡ്, വെരി ഗുഡ്. രാജാ സാർ പാടിയിരിക്കുന്ന ഒരു സ്റ്റൈല് വേറെയാ. അറിയാം ഓർമ്മിക്കേ. സാറ് ഏതെങ്കിലും ഒരു പടത്തില് ഒന്ന് മൂളിയിട്ടുണ്ടെങ്കിൽ ആ പാട്ട് ഹിറ്റാണെന്നാണ് അവിടെ തമിഴ്നാട്ടിലെ ഒരു ചൊല്ല്. അത് സത്യമാണ്. ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചം. ശരിക്കും ഒരു ഡ്രീം ആയിട്ടുണ്ടായിരുന്നു. അത്ര നന്നായി പാടി. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും 100% പെർഫെക്ഷൻ ഒന്നും സ്റ്റേജിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ലൈവ് പെർഫോമൻസ് ആണ്. അങ്ങനെ നമ്മൾ പെർഫെക്ഷൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ്ഡ് ആവും. ട്രിക്ക് എന്ന് പറയുന്നത് ഒരു പാട്ട് അറ്റ്ലീസ്റ്റ് ഒരു 500 ടൈംസ് 500 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലോ വരും. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള സമയമില്ലല്ലോ, നിങ്ങൾക്ക് ലാസ്റ്റ്. പക്ഷെ ഇത്ര ഒരു ചെറിയ സ്പാനിലുള്ള തന്നെ നിങ്ങൾ ഇത്ര നന്നായി പാടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. രണ്ടുപേരുടെയും വോയിസ് ടോൺസ് നന്നായി കോംപ്ലിമെന്റ് ചെയ്തു. അതായത് ഹരിചന്ദനയുടെ വോയിസ് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ഹസ്കി ടോണാണ്, മോളുടെ കുറച്ചുകൂടി ഒരു ഓപ്പൺ ടോണാണ്. അപ്പം അതുകൊണ്ട് നന്നായി അത് കോംപ്ലിമെന്റ് ചെയ്ത് വന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പം വീട്ടിൽ കീബോർഡ് ഉണ്ടോ? ഇല്ല. ഹാർമോണിയം ഉണ്ടോ? ഇല്ല. ഒരെണ്ണം വാങ്ങി. അത് കളഞ്ഞോ? അപ്പൊ അത് റിപ്പയർ ചെയ്യിക്കാം. കാരണം എന്താ വെച്ചാൽ നേരത്തെ MG സാർ പറഞ്ഞല്ലോ, ക്ലിയർ നൊട്ടേഷൻ ഇതാണ്, അവിടെ ആ നോട്ട് പോയി എന്നുള്ളത്. അപ്പം നമുക്കൊരു കീബോർഡ് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് കയ്യിൽ വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരാൾ പറഞ്ഞു അത് വീട്ടിട്ട് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും
ചിരിക്കുന്നൊക്കെ അല്ലേ സത്യം ആണോ? ആണോ? അല്ല അതുകൊണ്ടായിരിക്കും അത്രയും ചിരിച്ചത്. അല്ല വലിയ വലിയ ഉസ്താദുകൾ പറയും, അതായത് നമ്മൾ ക്ലാസിക്കൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തമ്പുര വെച്ച് പ്രാക്ടീസ് ചെയ്യാം, പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹാർമോണിയം വെച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ക്ലാരിറ്റി കിട്ടും, നൊട്ടേഷൻ എന്താന്നുള്ളത്. അല്ല അതൊക്കെ നമുക്ക് എന്റെ ജന്മനാൽ കിട്ടിയ ഒരു ഭാഗ്യമാണ്. കാരണം ഞാൻ എപ്പോഴും സ്വരങ്ങൾ എഴുതി വെച്ചിട്ടാണ്, ഒരു 8 മണിയാകുമ്പോ പഠിപ്പിക്കുമല്ലോ, സ്വരങ്ങൾ എഴുതി വെക്കും, പിന്നെ പോയി ചുണ്ടലും ചായ കുടിക്കും. തമിഴ്നാടല്ലേ, അത് കഴിഞ്ഞ് എന്നെ പാടാൻ വരുമ്പോ നോക്കുമ്പോഴത്തേക്ക് ഒന്നും ഓർമ്മ വരില്ല. നേരെ മറിച്ച് ചിത്രയൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ റെക്കോർഡ് ചെയ്യുന്ന സാധനമുണ്ട്. അപ്പൊ ചിത്ര എടുത്ത് പറയാം, ഒന്നിട്ടെ പ്ലീസ് ഒന്നിട്ടേ. അപ്പൊ ഒരു പ്രാവശ്യം കേൾക്കുമ്പോ കിട്ടും. അപ്പൊ ആ നോട്ട് ഇപ്പൊ താമരക്കിളി അങ്ങനെ കംപ്ലീറ്റ് നോട്ട് പാടുമ്പോ എല്ലാം സമയവും ലാഭം. അപ്പൊ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യൂ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. വെരി ഗുഡ്, സൂപ്പർ. കണ്ടോ കുറച്ച് ബെഗ് ചെയ്യൂ. പ്ലീസ് എന്നൊക്കെ പറയൂ. ഒന്ന് മൊഴിയൂ പ്ലീസ്, ഒന്ന് മൊഴിയൂ. ഒന്നുരിയാടാൻ കൊതിയായി, കമന്റ് പറയാൻ കൊതിയായി. പ്ലീസ് പറയൂ. നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട പാട്ടുകൾ പാടുമ്പോ ഒരു പ്രത്യേക സന്തോഷമില്ലേ? അത് നിങ്ങളുടെ ഫേസിലുണ്ടായിരുന്നു. ഒരു കോമ്പറ്റീഷൻ ഫീലിലല്ല നിങ്ങൾ നിന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടെ പാടി പഠിച്ചൊരു പാട്ട്, നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ട്, പിന്നെ ചില പാട്ടുകൾ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു ഇഷ്ടം വരും. അതുപോലൊരു ഇഷ്ടത്തോടുകൂടിയാണ് നിങ്ങൾ ഇത് പാടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ചില പാട്ടുകൾ ഞാൻ പറഞ്ഞില്ലേ, അതിനോടുള്ള അത് കേട്ട് 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 ഒരിക്കലും മടുപ്പ് വരുന്നില്ല. അതാണ് രാജാ സാർ അല്ലേ? അദ്ദേഹത്തിന്റെ ഏത് പാട്ട് എത്ര ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നിയില്ല, അതും നമ്മളിരുന്ന് കേൾക്കുക. എന്താന്നറിയില്ല, ഉഗ്രൻ സോങ് സെലക്ഷൻ, നന്നായി പാടി രണ്ടുപേരും കേട്ടോ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.